റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PSC പരീക്ഷാ ക്രമക്കേടിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. SITക്ക് നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. KS പരീക്ഷാ ക്രമക്കേടിലും കേസെടുത്തേക്കും. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേടിൽ ആദ്യ കേസിലെ പ്രതിപട്ടിക ഉടൻ കോടതിയിൽ സമർപ്പിക്കാനും അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ SIT വളരെ വേഗം നീങ്ങുകയാണോ? നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇനിയും കേസുകൾ എടുക്കുമെന്നുള്ള സൂചനകളാണോ? സ്മൃതി, ഇതുവരെ 100-ലേറെ പരാതികളാണ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ പരാതികളിൽ എല്ലാ പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിരുന്നു എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷയിൽ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ പ്രതികളുടെ പേര് FIR-ൽ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ പ്രതികളുടെ പേരുൾപ്പെടെയുള്ള പട്ടിക കോടതിയിൽ സമർപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് SIT പോകുന്നത്. ഏറ്റവും നിർണായകമായ തെളിവുകൾ SITക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അത് KS പരീക്ഷയുമായി ബന്ധപ്പെട്ടും ആസൂത്രണ ബോർഡ് അഭിമുഖത്തിലടക്കം വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന പരാതി ഉണ്ടായിരുന്നു. അത്തരം പരാതികളൊക്കെ പരിശോധിച്ച് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം PSCയുടെ വിശദീകരണം തേടിയതിന് ശേഷം മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് SIT എത്തുന്നത്. അജിത ബിഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അടുത്ത കേസ് കൂടി രജിസ്റ്റർ ചെയ്യും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് മേധാവിയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. PSC അംഗങ്ങളുടെയും ചെയർമാന്റെ അടക്കം മൊഴി എടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികൾ മാത്രമാണ് രേഖപ്പെടുത്തിയുള്ളത്. നിരവധി പ്രധാനപ്പെട്ട പരീക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി അവിടെയുള്ള കമ്പ്യൂട്ടറിൽ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് എത്തുക. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.